കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്ത കണ്ണൂർ പുഷ്പോത്സവത്തിന് വർണ്ണാഭമായ സമാപനം. 12 ദിവസങ്ങളിലായി പതിനായിരങ്ങളാണ് പുഷ്പഫല സസ്യ പ്രദർശന മേളയിലേക്ക് ഒഴുകിയെത്തിയത്. കേരളത്തിനകത്തും പുറത്തു നിന്നും മാത്രമല്ല, വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതടക്കമുള്ള അപൂർവ ചെടികളുടെയും സസ്യങ്ങളുടെയും പൂക്കളുടെയും അപൂർവ ശേഖരമായിരുന്നു ഇത്തവണത്തെ സവിശേഷത. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പുഷ്പോത്സവം കണ്ണൂരിൻ്റെ ജനകീയ ഉത്സവമായി മാറിയെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂരിന് കൗതുകം, സുഗന്ധം, സൗന്ദര്യം ഇതെല്ലാം വാരി വിതറി സന്ദർശകന്മാർക്കും അനുബന്ധമായി എത്തുന്നവർക്ക്, പ്രിയപ്പെട്ട മക്കൾ, കുട്ടികൾ എല്ലാവർക്കും ഒരുപോലെ ഹൃദയഭരിതമായ അനുഭവങ്ങളും അനുഭൂതികളും നൽകി പുഷ്പോത്സവം സംഘടിപ്പിച്ച സംഘാടകന്മാരെ ഞാൻ പ്രത്യേകമായി അഭിവാദിക്കുകയാണ്. പ്രത്യേകിച്ച് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കളക്ടർ, സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വിശിഷ്ടാതിഥിയായിരുന്നു. പുഷ്പോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ മന്ത്രിയും ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും ചേർന്ന് വിതരണം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വിനീഷ്, പുഷ്പോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ PV രത്നാകരൻ, സംഘാടക സമിതി ട്രഷറർ KM ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.